രാജ്യം നാലാം ഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 13-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 3 ഘട്ടങ്ങൾ പൂർത്തിയായതോടെ 284 സീറ്റുകളിലെ വിധി നിർണയിച്ചു കഴിഞ്ഞു. 543 സീറ്റുകളിലേക്ക് ബാക്കിയുള്ളത് 259 മണ്ഡലങ്ങൾ കൂടിയാണ്. 4ാം ഘട്ട വോട്ടെടുപ്പോടുകൂടി ഇവിടെയും പൂർത്തിയാകുന്നത്. അതിനിടെയാണ് ബിജെപിക്ക് തലവേദനയായി ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ സർക്കാരിനെ നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ബിജെപി. നിരവധി പ്രതിപക്ഷ MLA-മാരുടെ പിന്തുണ സർക്കാരിനുണ്ട് എന്ന അവകാശവാദവുമായി ബിജെപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർ ലാൽ ഖട്ടാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ബിജെപി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് JJP രംഗത്തെത്തി. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് JJP നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൗട്ടാല പറയുന്നു. ഇന്ന് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ചർച്ച ചെയ്യുന്നത് ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവുമാണ്. എന്നോടൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ R. കിരൺ ബാബുവും ചേരുന്നുണ്ട്. ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി സത്യനും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. റൈറ്റ്, ആദ്യം തന്നെ നമ്മൾ ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. R. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, സാധാരണ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രതിസന്ധി എന്നത് അപ്രതീക്ഷിതമാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം, അസാധാരണവുമാണ്. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്കും ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുമാണ് പോകേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് തന്നെയുള്ള ചോദ്യങ്ങളിലേക്കാണ് ഞാൻ കിരണിലേക്കും എത്തുന്നത്. അതിനു മുമ്പ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി അനിവാര്യതയാണ്. അവിടെ ഹരിയാനയിലേക്ക് പോകുമ്പോൾ ഹരിയാനയിൽ നിലവിൽ ആകെ ഉള്ളത് 90 നിയമസഭാ സീറ്റുകൾ ആണ്. അതിലിപ്പോൾ 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് 88 സീറ്റുകൾ എന്നതാണ് ഇപ്പോഴത്തെ ഹരിയാനയിലെ സീറ്റ് നില. ഇതിൽ നിലവിൽ, അതായത് സർക്കാരിന് ഇപ്പോൾ പിന്തുണ പിൻവലിക്കുന്നു, അതായത് എപ്പോഴാണ് സർക്കാർ പ്രതിസന്ധിയിലായത് എന്നതിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നിലവിൽ 3 സ്വതന്ത്രർ ഹരിയാനയിലെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാരിന് 90 സീറ്റുകൾ ആണ് ആകെയുള്ളത്. അതിൽ നിലവിൽ സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്രർ പിൻവലിക്കുന്നതോടുകൂടിയാണ് ആ പകുതി ഭൂരിപക്ഷം എന്നത്, അല്ലെങ്കിൽ ആ മാജിക് നമ്പർ എന്നതിലേക്ക് എത്തിപ്പെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടി ആ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ 3 സ്വതന്ത്രർ അവരുടെ പിന്തുണ പിൻവലിക്കുമ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? ഇതാ കിരൺ, നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതനുസരിച്ച് ഭരണപക്ഷത്തിന് 42 MLA-മാരുടെ പിന്തുണയാണുള്ളത്. അതിൽ BJP-യാണ് 40 അംഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്, HLP 1, സ്വതന്ത്രർ 1. അതേസമയം ഇനി മറുഭാഗത്ത്, അതായത് 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടുകൂടി പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ 46ലേക്ക് എത്തുന്നു. കോൺഗ്രസ് 30, JJP 10, INLD 1, സ്വതന്ത്ര 5. ഇങ്ങനെയാണ് മറുഭാഗം ഭരണപക്ഷത്തിന് എതിരെ നിൽക്കുന്നവർ ഭൂരിപക്ഷമായി മാറുന്നത്. കിരൺ, നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനോഹർ ലാൽ ഖട്ടാറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയൊന്നുമില്ല, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പലരും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ആ ഉറപ്പ് അത് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഉറപ്പാണോ, അതിനപ്പുറം രാഷ്ട്രീയമായ ഒരു പ്രതികരണമായി കണ്ടാൽ മതിയോ അതിനെ?
അഭിലാഷ് ആദ്യം പറഞ്ഞാണ് ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഇത്തരം നിർണായക ഘട്ടത്തിലൊക്കെ ഉണ്ടാവുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലത്തല്ല, അത് വരുന്നതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും BJP സ്വന്തം പാളയത്തിലൊക്കെ എത്തിച്ചു. അത് പലതരത്തിലേക്കുള്ള ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എന്തായാലും അസാധാരണമായ നീക്കങ്ങളിലൂടെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം എത്തിച്ചത്. BJPയെ സംബന്ധിച്ച് BJPയുടെ എവിടെയെങ്കിലും ഭരണം നടക്കുന്നിടത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് BJPക്ക് ഹരിയാനയിൽ നേരിടേണ്ടി വന്നത്. ഹരിയാനയിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വലിയ ഭൂപീന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്ന സ്ഥലമാണ്. അവിടെയാണ് മനോഹർ ലാൽ ഖട്ടർ വന്നിട്ട് അവിടെ BJP കോൺഗ്രസിൽ നിന്ന് അധികാരം 2014 അധികാരം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം BJPയുടെ ഒരു വലിയ നേട്ടം, BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനും BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഹരിയാന എന്ന് പറയുന്നത് താവു ദേവിലാൽ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ജാട്ട് വംശജരുടെ ഏറ്റവും വലിയ നേതാവും പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ആ ദേവിലാലിന്റെ സ്ഥലം കൂടിയാണ് ഈ ഹരിയാന എന്ന് പറയുന്നത്. അവിടെ ജാട്ട് രാഷ്ട്രീയത്തിന് എല്ലാ കാലവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ജാട്ട് രാഷ്ട്രീയം ഒരു ഘട്ടത്തിൽ അഴിമതിയിലേക്കും, അത് പ്രത്യേകിച്ച് ഈ കുടുംബ ഭരണമായിരുന്നു. ഇപ്പോഴത്തെ ഈ ദുഷ്യന്ത് സിംഗ് എന്ന് പറയുന്നത് ദേവിലാലിന്റെ കൊച്ചുമകന്റെ മകൻ, ദേവിലാലിന്റെ മകൻ ഓംറാഷ് ചൗത്താല, JJP നേതാവ് ഓംറാഷ് ചൗത്താലയുടെ കൊച്ചുമകനാണ് ഈ ദുഷ്യന്ത് സിംഗ് ചൗത്താല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് അവരെല്ലാം ഒതുക്കിയാണ് BJP വലിയൊരു ശക്തിയായിരുന്നത്. പക്ഷെ BJPക്ക് ഇപ്പോൾ അവിടെ വീണ്ടും ഒരു തിരിച്ചടി. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. അങ്ങനെയുള്ള BJPക്കാണ് ഇപ്പോൾ ഈ ഭരണം. അതിപ്പോൾ പക്ഷേ ഈ ഭരണത്തിന് തിരിച്ചടി യഥാർത്ഥത്തിൽ ഇത് നമുക്ക് അങ്ങനെ BJPയുടെ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായും നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാനില്ല, അംഗീകരിക്കാൻ കൂടി പ്രയാസമുണ്ട്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സഖ്യമുണ്ടായി, BJP JJP സഖ്യമുണ്ടായി. ആ 10 സീറ്റുകളിലേക്ക് INLD ദുഷ്യന്ത് സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ 36 വയസ്സ് മാത്രമേ ഉള്ളൂ. ഹരിയാന ഉപമുഖ്യമന്ത്രി ചൗത്താലയുടെ ഓംപ്രകാശ് ചൗത്താലയുടെ കൊച്ചുമകൻ, ദേവിലാലിന്റെ കൊച്ചുമകന്റെ മകൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം INLDയുമായി അമ്മാവനുമായി തെറ്റിയിട്ടാണ്, അജയ് സിംഗ് ചൗത്താലയുമായി തെറ്റിയാണ് അദ്ദേഹം ഈ JJP എന്ന് പറഞ്ഞ ജനതാ പാർട്ടി എന്നുള്ളത്, ജനനായക് എന്ന പേര് തന്നെ താവു ദേവിലാലിനെ അവിടെ ജനനായകനാണ് ദേവിലാൽ, അങ്ങനെയാണ് വിളിച്ചത്. ജനനായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ജയപ്രകാശ് നാരായണനെ ജനനായകൻ എന്ന് വിളിച്ചതുപോലെ തന്നെ ദേവിലാലിനെയും ജനനായകൻ എന്നാണ് വിളിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ കൂടി വരുത്തിട്ടാണ് ഈ JJP വരുന്നത്. ഈ JJP 10 സീറ്റുള്ള JJP ഒരു പ്രധാന കക്ഷിയായി നിൽക്കുന്നു. 40 സീറ്റുള്ള BJP. അപ്പൊ 40, 10, 50 ബാക്കി സ്വതന്ത്രന്മാരുടെ പിന്തുണ. ഇങ്ങനെയായിരുന്നു ഈ 90-അംഗ നിയമസഭയിൽ BJP ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അവിടെ JJPയും BJPയും തമ്മിലുള്ള തർക്കത്തിലേക്ക് വന്നത്. കാരണം BJP ഭരണത്തിലൊക്കെ ഇരിക്കുമ്പോഴും JJPയുടെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. JJPക്ക് 14.84% വോട്ട് ഉള്ള പാർട്ടിയാണ്. BJPയുടെ ഏകദേശം പകുതിയിലേറെ വോട്ട് ഉള്ള ഒരു പാർട്ടിയാണ് JJP. അപ്പോൾ JJPയെ സംബന്ധിച്ച് BJP അർഹമായ ഒരു വിഹിതം നൽകുന്നില്ല എന്ന് പറയുന്നത് BJPയുടെ സാധാരണ രീതി അനുസരിച്ച് ഇത്തരം സഖ്യകക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സഖ്യകക്ഷികൾ കാണില്ല, അവർ ഒറ്റയ്ക്ക് BJP ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ പിന്നെ 10-36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിന്റെ രാഷ്ട്രീയ ഭാവി ഇനിയും ഒട്ടേറെ ഉണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ MP ആയി, MLA ആയി, ഉപമുഖ്യമന്ത്രിയായി, ആ രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അത് രാഷ്ട്രീയത്തിൽ ജനിച്ച് രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളാണ്. അതിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അവിടെ ഇപ്പോൾ തർക്കത്തിൽ വന്ന് അവർ ഇതിൽ നിന്ന് മാറുന്നു. ഇതിൽ നിന്ന് മാറിയതിനു ശേഷവും BJP സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ BJP അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വെല്ലുവിളിച്ചാലൊന്നും ഞങ്ങൾ BJP ഒന്നും തകരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മനോഹർലാൽ ഖട്ടർ മാറി സൈനി മുഖ്യമന്ത്രിയാവുന്നു. സ്വാഭാവികമായി അവർ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ BJPക്ക് ഉണ്ടായത്. BJPയുടെ ശക്തിയല്ലാണ്. അവിടെയാണ് ഇവർ സമർത്ഥമായി 3 സ്വതന്ത്രന്മാരുടെ പിന്തുണ പിൻവലിച്ചത്. ഇപ്പോൾ BJP അവകാശപ്പെടുന്നത് ഇനിയിപ്പോൾ ഈ JJPയെ തന്നെ പിളർത്തി, അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ പിളർത്തി, അത് എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ MLA-മാരുണ്ട്. അത് BJP പലപ്പോഴും തെളിയിച്ചിട്ടുള്ളത്. അതാണല്ലോ, അതായത് ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ JJPയിലെ വിമതർ തങ്ങൾക്കൊപ്പം നിൽക്കും. അങ്ങനെ ഇതിനു മുമ്പ് വിശ്വാസ വോട്ടെടുപ്പ് ഒക്കെ നടന്നപ്പോൾ തങ്ങളെ പിന്തുണച്ചവരല്ല, മറിച്ച് എതിർചേരിയിലുള്ളവരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് എന്ന ആത്മവിശ്വാസം കൂടിയാണ് BJP പുലർത്തുന്നത്. കഴിഞ്ഞ തവണ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ്. സ്വതന്ത്രന്മാരെ സമർത്ഥമായി സ്വന്തം പോക്കറ്റ് എത്തിക്കാൻ BJP കഴിഞ്ഞു. ആ കാര്യത്തിൽ അത്ര ഇലക്ഷൻ പൊളിറ്റിക്സിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള പാർട്ടിയും അത്തരം തന്ത്രങ്ങൾ തെളിയിച്ചിട്ടുള്ള പാർട്ടിയും BJP ആണ്. പക്ഷേ ഇവിടെ BJP അങ്ങനെ ഇവർ ഒരു തർക്കത്തിലേക്ക് പോയി. പ്രധാനപ്പെട്ട ഒരു പാർട്ടി അവിടെ BJP കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടി JJP ആണ്. JJP അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരെ തള്ളിക്കളയാം എന്ന് ഒരു ധാരണയിൽ നിന്ന സമയത്താണ് JJP സാധാരണഗതിയിൽ സംഭവിക്കാത്ത രീതിയിലേക്ക് BJPക്ക് ഒരു അറ്റാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കോൺഗ്രസിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കളിച്ചത് ദുഷ്യന്ത് സിംഗ് ആയിരുന്നു. ദുഷ്യന്ത് സിംഗ് ചൗത്താലയുടെ ഒരു കളി കൂടിയാണ് ഇതിന് പ്രധാനമായി വന്നതാണ്. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് വന്ന് പറയുകയാണ്, ഈ
കോൺഗ്രസ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൂഡയുടെ അവിശ്വാസ പ്രമേയത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് വെച്ചാൽ കോൺഗ്രസ് പോലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേ പറ്റൂ, നിങ്ങൾ ഇനി ഭയക്കേണ്ടതില്ല, ഞങ്ങൾ മറ്റൊരു വിലപേശലിനല്ല, ഞങ്ങൾ സമർത്ഥമായ രാഷ്ട്രീയത്തിലേക്ക്. ഈ സ്വതന്ത്രം 3 പേര് പിന്തുണ കൊടുത്തത് കോൺഗ്രസിനാണ്. അപ്പൊ അത് വളരെ സമർത്ഥമായ രീതിയിലേക്ക് JJP-യെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒക്ടോബറിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ദുഷ്യന്ത് സിംഗിന്റെ പ്രശ്നം, ഇപ്പോൾ ചൗത്താലയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ എണ്ണമൊന്നുമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ സാഹചര്യം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് ഉള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം തൂത്തുവാരിയ സീറ്റുകളുമാണ്. അവിടെ JJP-യെ പോലൊരു പാർട്ടിക്ക്, ഇപ്പോൾ കിരൺ സൂചിപ്പിച്ചതുപോലെ 14% വോട്ടുള്ള പാർട്ടിക്ക് സീറ്റുകൾ നൽകാനാവില്ല എന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്നു. അവിടെ തുടങ്ങിയ തർക്കമാണെങ്കിലും JJP ലക്ഷ്യം വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് കിരൺ പറഞ്ഞു വെക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.